നടക്കുന്ന ആത്മീയ ശുശ്രൂഷയിൽ വരുവാനും പങ്കെടുക്കുവാനും സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദി അറിയിക്കുന്നു. അച്ഛന്മാരോട് ചേർന്നുള്ള കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത് 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുമാണ്. ഹോൾ ചാപ്റ്റർ വായിക്കണം എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിൻ്റെ കാരണം പറഞ്ഞ് ഞാൻ ആരംഭിക്കാം. എൻ്റെ നാട്ടിൽ തൃശ്ശൂർ, ഞാൻ തൃശ്ശൂരുകാരനാണ്. വടക്കാഞ്ചേരി എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ടൗണിൻ്റെ പേര്. എൻ്റെ നാട്ടിൽ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, തൃശ്ശൂർ റൗണ്ടിൽ കൂടെ പോകുമ്പോൾ അവിടെ ചില കടകളിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാം, കട കാലിയാക്കുന്നു എന്നുള്ളത്. മിക്കതും അത് കാണുന്നത് തുണിക്കടകളിൽ ആയിരിക്കും. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാല് കുത്താൻ പോലും സ്ഥലം കിട്ടാത്ത വിധത്തിൽ ആളുകൾ അവിടെ കയറുന്നത് കാണാം. അപ്പൊ എനിക്ക് മനസ്സിലായി, തൃശ്ശൂരുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, ഓഫർ കണ്ടാൽ ഓടിക്കയറുമെന്നുള്ളത്. അപ്പൊ ഞാൻ തൃശ്ശൂരുകാരനായതുകൊണ്ട് എൻ്റെ കൊച്ചു ബുദ്ധിയിൽ ചിന്തിച്ചു, ഇത് തൃശ്ശൂരുകാരുടെ മാത്രം സ്വഭാവമായിരിക്കുമെന്ന്. 2008 എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നത്. ഞാൻ നവജീവോദയത്തിൽ പഠിക്കാനായിട്ട് വിദ്യാർത്ഥിയായി വരുന്നത്. അവിടെ വന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയം എനിക്കൊരു ബൈക്കുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു ചിന്ത, ചായ കുടിക്കാൻ പോയാലോ. ഹോസ്റ്റൽ മുറി ആയതുകൊണ്ട് ഒരു സൗകര്യവുമില്ല. അപ്പൊ ചായ കുടിക്കാൻ ആ സമയത്ത് കിട്ടുന്ന ഒരേ ഒരു സ്ഥലം KSRTC ബസ് സ്റ്റാൻഡിലാണ്. നേരെ ബൈക്ക് എടുത്ത് വെളുപ്പാങ്കാലത്ത് 5:30 തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഇതെല്ലാം കണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് an exaggeration. What I saw, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഇന്നുണ്ട്. ഇന്ന് അതൊരു സ്വർണ്ണക്കടയാണ്, അന്നതൊരു തുണിക്കടയാണ്. തിരുവല്ല പട്ടണത്തിൽ ജീവിച്ചവർക്കും വന്നവർക്കും അറിയാം എത്ര തുണിക്കടയുണ്ടെന്ന്. തല ഉയർത്തി നിൽക്കുന്ന ഒത്തിരി തുണിക്കടകൾ അവിടെ ഉണ്ട്. അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരും തീരുമാനിച്ചു കട കാലിയാക്കാൻ. ആ തുണിക്കടയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, കട കാലിയാക്കുന്നു. വെളുപ്പാങ്കാലത്ത് 5:30 മണിക്ക് ലിറ്ററലി ഞാൻ കണ്ട കാഴ്ചയാണ്. ചാക്കും പിടിച്ച ആൾക്കാർ ആ കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇത് ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് മാത്രമല്ല, ഇത് തിരുവല്ലക്കാർക്കുണ്ട്. അപ്പൊ എന്റെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്, മലയാളികൾക്ക് മുഴുവൻ ഓഫർ എവിടെ കാണുന്നോ അവിടെ ഓടിക്കേറുമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുവൈറ്റിൽ ചെന്നത്. അവസാന ദിവസം പോരാൻ നേരത്ത് അവിടെ ഒരു ഹൈപ്പർ മാർട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പം നല്ല തിരക്ക്, അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അവിടെയും ചെന്നപ്പോ മനസ്സിലായി, അവിടെ ആൾക്കാർ ഓഫർ കണ്ടപ്പോ ഓടിക്കൂടുന്നു. അപ്പൊ മൊത്തത്തിൽ മനുഷ്യരുടെ സ്വഭാവമാണ്, എവിടെ ഓഫർ ഉണ്ടോ അവിടെ ഓടിക്കൂടുക എന്നുള്ളത്. അപ്പൊ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഞാൻ കണ്ണോടിക്കുമ്പോ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്ന, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന ദൈവ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഓഫറുകളെ കുറിച്ചാണ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. God will comfort you. അതാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. നേരെ 14, 12, 13, 14-ാമത്തെ വാക്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കും. God will keep you in holiness എന്നുള്ളത്. വീണ്ടും ചെല്ലുമ്പോൾ 19, 20, 21 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, His promises are sufficient for you. അവന്റെ വാഗ്ദത്തങ്ങൾ നിനക്കുള്ളതാണ്. 22, 23, 24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, He will keep you safe. അവൻ നിന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന്. അപ്പോൾ ദൈവ പൈതലിന്റെ വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ്? അവന് ദൈവം കൊടുക്കുന്ന ഓഫർ എന്തൊക്കെയാണ്? 1, ദൈവം അവനെ ആശ്വസിപ്പിക്കും. 2, ദൈവം അവനെ വിശുദ്ധിയിൽ സൂക്ഷിക്കും. 3, ദൈവം അവന് വാഗ്ദത്തങ്ങളെ നൽകും. 4, ദൈവം അവനെ സംരക്ഷിക്കും. ഇന്ന് രാത്രി കർത്താവിൽ വിശ്വസിക്കുന്ന ഈ ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ ഓഫറുകളെ ഞാൻ സന്തോഷത്തോടെ പറയുകയാ. 1, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും. 2, കർത്താവ് നിന്നെ സൂക്ഷിക്കും. 3, കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളെ നമ്മുടെ മേൽ നിവർത്തിക്കും. 4, കർത്താവ് നമ്മെ സംരക്ഷിക്കും. ഈ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1, God will comfort you. ദൈവം നിങ്ങളെ
ആശ്വസിപ്പിക്കും. ആർക്കാ ആശ്വാസം വേണ്ടാത്തത്? എനിക്ക് തോന്നുന്നില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ആശ്വാസം വിൽക്കപ്പെടുമെന്നൊരു കടയിട്ട് കഴിഞ്ഞാൽ ആ കടയ്ക്ക് ഷട്ടർ ഇടാൻ പറ്റുകയില്ല. കാര്യം എന്നാ? ഉലകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും എന്തു വേണം? ആശ്വാസം വേണം. ഈ സഭയ്ക്കകത്തിരിക്കുന്ന നമുക്ക് എന്ത് വേണം? ആശ്വാസം വേണം. ആകുലതകളുള്ള, നാളെ എന്താകുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത, ഭാവിയെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്നും ആവശ്യമായിരിക്കുന്നത് ആശ്വാസമായിരിക്കും. ഒരു സംഭവം ഇങ്ങനെ കേട്ടുപോയതാ. അത് തമാശ രൂപത്തിൽ തന്നെ പറയാം. അങ്കമാലി മാള സൈഡിലാണ് ഏറ്റവും അധികം മദ്യം വിൽക്കപ്പെടുക ക്രിസ്മസ് കാലയളവിൽ. അന്ന് കോവിഡിന്റെ സമയത്ത് മദ്യശാലകളും ഔട്ട്ലെറ്റുകളും എല്ലാം അടഞ്ഞു കിടന്നിരുന്നു. ആ സമയത്ത് കോവിഡ് കഴിഞ്ഞ് മദ്യശാല തുറക്കാൻ അനുമതി കൊടുത്തപ്പോൾ 3.5 കിലോമീറ്റർ ക്യൂ ഉണ്ടായെന്ന് കേട്ടത്. ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്ത്. എന്തിനാണെന്നറിയാമോ? മദ്യം മേടിക്കാൻ. ഞാൻ പറയും, ഉലകത്തിൽ എവിടെയെങ്കിലും ഒരു കട തുറന്നു വെച്ച് ഇവിടെ ആശ്വാസം വിൽക്കപ്പെടുമെന്ന് എഴുതി വെച്ചാൽ 3.5 അല്ല 300 കിലോമീറ്ററിന്റെ അപ്പുറത്ത് ക്യൂ വരും. കാര്യം എന്താ? ധനവാനും ദരിദ്രനും അറിവുള്ളവനും അറിവ് കെട്ടവനും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ആശ്വാസം വേണമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കത് തേടി നടക്കേണ്ട കാര്യമില്ല. എനിക്കത് സിനിമാ തിയേറ്ററിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. എനിക്കത് മദ്യഷാപ്പിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. എനിക്കത് മയക്കുമരുന്നിൽ തേടേണ്ട കാര്യമില്ല. ജനീക സുഖത്തിൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ആശ്വാസം എന്നുള്ളത് എന്റെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തമാണ്. അതിലേക്ക് ഇന്ന് രാത്രി ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. പൗലോസ്ലീഹ പറയുന്നു, ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അങ്ങനെ പറയുന്നത്? പൗലോസ്ലീഹ പറയാനുള്ള കാരണം അതിന്റെ 8ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. പൗലോസ് ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു. എന്താണ് പ്രശ്നം? സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ശ്രദ്ധിക്കണേ, മരിച്ചു പോകുമെന്ന് വിചാരിച്ച മഹാപ്രശ്നത്തിന്റെ അകത്ത് പൗലോസ് പെട്ടുപോയെന്നാണ് പറയുന്നത്. ഞങ്ങൾ മരിക്കുമെന്ന് നിർണയിച്ചു എന്ന് പൗലോസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 9ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ പറയുക, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു. എന്താ കാര്യം? വന്നു കയറിയ പ്രശ്നം കൊല്ലുമെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു. മരിച്ചു പോകുമെന്ന് നിർണയിച്ചു വെച്ചു. അപ്പൊ ഞങ്ങളുണ്ടല്ലോ, ഞാൻ ഈ വേദഭാഗം പഠിക്കാനിരുന്നപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് പൗലോസിനുണ്ടായ പ്രശ്നം. വായിച്ചു വന്നപ്പോൾ കമന്ററികളിൽ 4 അഭിപ്രായമാണ് ഉള്ളത്. 1ാമത്തെ അഭിപ്രായം, പൗലോസ് എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തിട്ടുണ്ട്. 2ാമത്തെ അഭിപ്രായം, യഹൂദ കോടതിയിൽ 1 കുറയെ 40 അടി 39 അടി പലതവണ പൗലോസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എഫെസോസിൽ വെച്ച് കൊല്ലുവാൻ പൗലോസിന്റെ മേൽ ഗൂഢാലോചന ഉണ്ടായി. ത്രോവാസ് വിടുന്നതിന് മുമ്പ് മഹാപീഡനമുണ്ടായി. ശരീരത്തിൽ മരണകരമായ രോഗമുണ്ടായി. ഇങ്ങനെ പല അഭിപ്രായങ്ങളാ കമന്റേറ്റേഴ്സ് പറയുന്നത്. ഞാനിത് വായിച്ചെടുത്തത് വില്യം ബാർക്ലേയുടെ കമന്ററിയിൽ നിന്ന്. അഭിപ്രായം പലതുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണേ, അനുഭവിച്ചവൻ എന്താണ് പ്രശ്നമെന്ന് പറയുന്നില്ല. അനുഭവിച്ചവൻ പറയുന്നത് പ്രശ്നത്തിന്റെ പരപ്പല്ല, പ്രശ്നത്തിന്റെ നീളമല്ല, അതിന്റെ വലിപ്പമല്ല, പ്രശ്നമുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എങ്ങനെ? നമ്മൾ തിരിച്ചാണ്. നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അത് നീട്ടി പറയുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സ്വഭാവം. സാക്ഷ്യം പറയാൻ ഒരവസരം തന്നാൽ പറയും, കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, എന്നാലും എന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ പറഞ്ഞാലും തീരുവേല. നന്മകളല്ല, പ്രശ്നങ്ങളെ പറഞ്ഞാലും തീരുവേല. ആ പ്രശ്നം, ഈ പ്രശ്നം, ഒരുപാട് പ്രശ്നം. ഒരിക്കൽ ഒരാൾ ക്യാൻസർ സൗഖ്യത്തെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് കേട്ടു. 18 മിനിറ്റ് എടുത്തു. അതിൽ 16 മിനിറ്റ് പറഞ്ഞത് ക്യാൻസർ എന്ന പ്രശ്നത്തിന്റെ വലിപ്പത്തെ കുറിച്ചാ. എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തിയ സമയം, ട്രീറ്റ്മെന്റ് ആരംഭിച്ച സമയം, ശരീരത്തിൽ പ്രകടമായ ലക്ഷണങ്ങൾ, പോയി വരുമ്പോൾ ഉണ്ടായ പ്രയാസങ്ങൾ, ഇങ്ങനെ ഈ പ്രശ്നത്തിന്റെ ആഴമെല്ലാം പറഞ്ഞേച്ച് 1 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയും. എന്താണെന്നറിയാമോ? ഇത്ര വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവം ഞങ്ങളെ വിടുവിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. അതാണ് നമ്മുടെ ശീലം. പ്രശ്നമുണ്ടായാൽ നീട്ടി പറയും. എന്നാൽ പൗലോസിനെ നോക്കണേ, 13 വാക്യം, 3 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കോ. ഈ വാക്യങ്ങളിൽ ഒറ്റ വാക്യത്തിലാണ് പ്രശ്നം എന്താന്ന് പറയുന്നത്. അത് എന്താന്ന് വിശദീകരിക്കുന്ന പോലുമില്ല. അപ്പൊ ഒരു ചോദ്യം ചോദിക്കണം, പൗലോസേ, താങ്കൾ എന്തുകൊണ്ടാണ്
പ്രശ്നത്തെ കുറിച്ച് പറയാത്തത്? താങ്കൾ എന്തുകൊണ്ടാണ് ആശ്വാസത്തെ കുറിച്ച് പറയുന്നത്? അതിന് പൗലോസിന്റെ ഉത്തരം ഇന്ന് ദൈവമക്കളോട് പറയാം. ഞാൻ പ്രശ്നത്തെ വർണ്ണിക്കാത്തതിന്റെ കാര്യം, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവമാണ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, ഈ പ്രശ്നത്തിന് പർവ്വതത്തെക്കാൾ ഉയരമുണ്ടെങ്കിലും, അതിന് സമുദ്രത്തെക്കാൾ ആഴമുണ്ടെങ്കിലും, അതിന് എത്ര നീളമുണ്ടെങ്കിലും, അതിനെത്ര വീതിയുണ്ടെങ്കിലും, പൗലോസിന്റെ ഭാഷ, ഞാൻ അനുഭവിച്ച പ്രശ്നം മരണകരമായാലും എന്റെ ദൈവം എന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ ഇംഗ്ലീഷ് പാട്ട് പാടാറില്ല, പാടാൻ ശ്രമിക്കാറുമില്ല. മലയാളം പാട്ട് പാടിയിട്ട് ശരിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 പ്രാവശ്യം പാടിയിട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും ശ്രമിക്കാത്ത കാര്യമാണ് ഇംഗ്ലീഷ് പാട്ട്. എന്നാൽ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സെമിനാരിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ ആദ്യം പഠിപ്പിച്ചു തന്ന പാട്ടാണ് Bigger than all my problems, bigger than all my trials, God is bigger than every mountain that I can or cannot see. ഞാൻ കാണുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന മലകളെക്കാളും, എന്റെ മുമ്പിലെ സമുദ്രത്തെക്കാളും, എന്റെ മുമ്പിലെ പ്രശ്നത്തെക്കാളും എന്റെ ദൈവം വലിയവനാണ്. സ്തോത്രം. ഇന്ന് പള്ളിക്കകത്ത് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ എത്ര ദൈവമക്കൾക്ക് എന്റെ കൂടെ പറയാൻ പറ്റും, ഞാൻ ഇതുവരെ അനുഭവിച്ച പ്രശ്നങ്ങളെക്കാളും ഇനി എന്റെ മുമ്പിൽ വരുവാനിരിക്കുന്ന വെല്ലുവിളികളെക്കാളും എന്റെ ദൈവം വലിയവനായ ദൈവമാണ്. സ്തോത്രം. എന്റെ കർത്താവ് വലിയവനാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാനതൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്റെ ദൈവം വലിയവൻ എന്ന് പറയുന്നത്? മത്തായി സുവിശേഷം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം, മാത്യു 14:24. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരെ അക്കരെ പോകാൻ നിർബന്ധിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാണ് നിർബന്ധിച്ചത്? 1-2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയാൽ ഒരു കാര്യവുമില്ല. ഇവര് പ്രാർത്ഥിക്കാൻ പോയാൽ സാധാരണ എന്താ ചെയ്യാറ്? നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ മതി. ഇവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയാൽ കർത്താവ് തന്നെ അവരോട് ചോദിച്ചു, 1 നാഴിക എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ മനസ്സില്ലയോ എന്ന്. അമർനാഥ് പള്ളി വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം പറയാം കേട്ടോ. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനെ ഉറങ്ങുന്നവരെ കണ്ടില്ല. ഇനി എന്റെ കണ്ണ് പിടിക്കാൻ തണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ണാടി വെച്ചോളം ഡോക്ടർ പറഞ്ഞു, സ്ക്രീനിൽ നോക്കുന്നത് കൊണ്ട്, പഠിപ്പിക്കുന്നത് ഉപയോഗിക്കുന്നതും ഒക്കെ സ്ക്രീൻ ആയതുകൊണ്ട് കണ്ണാടി വെച്ചോളം പറഞ്ഞു, ഇങ്ങനെ നോക്കിയാൽ ചെറുതായിട്ടൊരു മങ്ങലൊക്കെ വരും, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാലേ ശരിയാവത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഞാൻ ഉറങ്ങുന്നവരെ കണ്ടില്ല. നോർമലി എവിടെ പോയാലും തലയാട്ടി വിളിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുന്നതാ. അമർനാഥ് പള്ളി വന്നപ്പോ അത്രയും ആൾക്കാരെ കാണാനത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, മക്കൾ അപ്പുറത്തേക്ക് പോക്കോ. കാര്യം എന്താ? എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം. നിങ്ങളെ കൊണ്ടുപോയാൽ നിങ്ങൾ അവിടെ ഇരുന്ന് വെറുതെ ഉറങ്ങി സമയം കളയത്തുള്ളൂ, അക്കരെ പൊക്കോളാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഇവരെ ഒരുമിച്ചിരുത്തിയ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളിൽ ആരാണ് വലിയവൻ? Who is great among us? അത് അവരുടെ ഒരു ഡിസ്കഷന്റെ ഭാഗമാണ്. അപ്പൊ ഇവര് തമ്മിൽ തന്നെ ഉണ്ടാക്കും, അതൊരു കാര്യമാണ്. അപ്പൊ ഇവരെ എല്ലാം കൂടെ ഒരുമിച്ചിരുത്താതെ കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണം, അക്കരെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരിൽ ആരെങ്കിലും ഒക്കെ കർത്താവിനോട് ചോദിച്ചു കാണാം, കർത്താവേ, നീ ഇല്ലാതെ അക്കരെ പോയാൽ എങ്ങനെ ശരിയാകും? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കാറ്റടിച്ചു, തിരമാല പ്രതികൂലമായി. അപ്പോൾ നീ അമരത്ത് തല വെച്ച് കിടന്നിരുന്നു. നീയാണ് എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കിയത്, കടലിനെ ശാന്തമാക്കിയത്. നീ ഇല്ലാതെ പോയാൽ എങ്ങനെ ശരിയാകും? വേറെ ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ പത്രോസ് ശ്ലീഹ, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, തോമസ് ശ്ലീഹ, അങ്ങനെ ഏകദേശം 6 പേര് ഗലീലക്കാരാ. ഇവര് തമ്മിൽ പറഞ്ഞു കാണും, നമുക്കാണോ ഗലീലക്കടൽ അറിയാത്തത്? ഒരു പ്രാവശ്യം കാറ്റുണ്ടായെന്നും പറഞ്ഞ് പിന്നെയും കാറ്റുണ്ടാകുമോ? നമ്മളെ കണ്ണു കെട്ടി വിട്ടാൽ പോകുന്ന സ്ഥലമല്ലേ ഗലീലക്കടൽ? നമ്മളിവിടെ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ? നമുക്കറിയാത്തത് വല്ലതുണ്ടോ? കർത്താവേ, ഞങ്ങളോളം ഞങ്ങൾക്കറിയാത്ത ഗലീലക്കടലുണ്ടോ?
ഹല്ലേലൂയ. 10, 40, 50, 60, 70, 80 വർഷമായി ജീവിക്കുന്ന നമുക്കറിയാത്ത ജീവിതം വല്ലതും ഉണ്ടോ? നമ്മൾ കാണാത്ത കാഴ്ച വല്ലതും ഉണ്ടോ? നമുക്കറിയാത്ത അറിവ് വല്ലതും ഉണ്ടോ? സ്തോത്രം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോള് സ്കൂളിൽ പോയേച്ച് വരും. ഞാനും ഭാര്യയും പഠിച്ചത് മലയാളം മീഡിയത്തില. ഇവൾ 1ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ഇവള് വന്നേച്ച് ഞങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങളെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയും മലയാളം മീഡിയം, മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം. ഇപ്പൊ വീട്ടിൽ ഇംഗ്ലീഷ് അറിയാവുന്നത് അവള് മാത്രമേ ഉള്ളൂ. 1ാം ക്ലാസ്സിലേ ആയുള്ളൂ. 6 വയസ്സേ ആയുള്ളൂ. അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി തികഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 6 വയസ്സ് തൊട്ടേ തുടങ്ങും ഈ തികഞ്ഞെന്നുള്ള ചിന്ത. ഞങ്ങൾക്കറിയാത്തത് ഒന്നുമില്ല. ഇവിടുത്തെ ആരംഭിക്കും. പ്രായം ഒരല്പം കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോ അപ്പനും അമ്മയ്ക്കും വല്ലതും അറിയാമോ? ഞങ്ങൾക്കല്ലേ അറിയാവുന്നത്. അത് ഏകദേശം ഒരു മധുരം 17 കഴിഞ്ഞാൽ മൊത്തം പിന്നെ അങ്ങനെ ഞങ്ങൾക്കല്ലേ അറിയാവുന്നത്. വയസ്സ് 30 കഴിയുമ്പോഴത്തേക്കും അനുഭവം എത്രയായി ഞങ്ങൾക്കല്ലേ അറിയാവുന്നത്. 50 കഴിയുമ്പോഴത്തേക്ക് വേറെ കുറെ ചുവട് പിടിച്ചു. കാലം ഞങ്ങൾ കുറെ കണ്ടു, ഓണം ഞങ്ങൾ കുറെ കൊണ്ടു. ഞങ്ങൾക്കറിയാത്ത ലോകമുണ്ടോ? ശിഷ്യന്മാരും പറഞ്ഞു ഞങ്ങൾക്കറിയാത്ത ഗലീല കടലുണ്ടോ? എന്നാ പറഞ്ഞവരൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞവരാരും കാണില്ലെന്ന് വിശ്വസിക്കുന്നു. അറിവുണ്ട്, കഴിവുണ്ട്, ഇതൊക്കെ ചെയ്ത് പരിചയമുണ്ട്. പക്ഷെ കാറ്റടിച്ചപ്പോൾ, തിരമാല പൊങ്ങിയപ്പോൾ കഴിവ് പരാജയപ്പെട്ടു, അറിവ് പരാജയപ്പെട്ടു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവരുടെ ശക്തി പരാജയപ്പെട്ടു. ഇതാണ് മനുഷ്യന്റെ ചിത്രം. എന്താണെന്നറിയാമോ? എത്ര അറിവുണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര ധനമുണ്ടെങ്കിലും, എത്ര ലോകം കണ്ടാലും ചില സ്ഥലത്ത് നാം അറിയാതെ നമ്മൾ പരാജയപ്പെട്ടു പോകും. സ്തോത്രം. ഇനി അതിന് തെളിവ് ഞാൻ കോവിഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. 2018 വെള്ളപ്പൊക്കത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അന്ന് ആരെങ്കിലും കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കണ്ട കാഴ്ചയാണ്. അറിവ് പരാജയപ്പെട്ടു. രാത്രിക്ക് രാത്രി പെരയുടെ മുകളിലൂടെ വെള്ളം കയറി ഒഴുകിയ ചിത്രം ഇന്നെന്ന പോലെ കണ്ണിന്റെ മുമ്പിൽ ഓർത്തു നിൽക്കുകയാണ്. പെരുമ്പാവൂർ കൺവെൻഷനിൽ പ്രസംഗിച്ച് തിരിച്ചു പോകുമ്പോൾ MC റോഡിന്റെ മുകളിലേക്ക് പൊങ്ങി വരുന്ന വെള്ളം കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നത്. രാത്രി 1 മണിയായപ്പോൾ നാട്ടുകാർ വിളിച്ചുണർത്തിയേച്ചു പറഞ്ഞു ഉരുളുപൊട്ടി, ഇറങ്ങി ഓടിക്കോളാൻ. ഞങ്ങൾ താമസിക്കുന്നത് 2 മലകൾക്കിടയില. എതിരുള്ള മലയിൽ ഉരുളുപൊട്ടി. ദൈവത്തിന്റെ കരുണ കൊണ്ട് ആളഭയം ഉണ്ടായില്ല. ഉരുളുപൊട്ടിയ സ്ഥലത്ത് വീട്ടിലുള്ളവർ നേരത്തെ പോയതുകൊണ്ട് ആരും മരിച്ചു പോയില്ല. ഒരു വീടിന്റെ പകുതിയും ഉരുളക്കല്ലുകളും കൂടെ പാടത്തൂടെ ഒഴുകി വന്നപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അറിവെത്രയുണ്ടെങ്കിലും, കഴിവെത്രയുണ്ടെങ്കിലും, ജ്ഞാനം എത്രയുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകും ദൈവത്തിന്റെ ജനമേ. സ്തോത്രം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതൊന്നും നാളുകളുടെ പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കത്തില്ല. ലോകത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠത പറഞ്ഞ അമേരിക്കയും ജപ്പാനും ടെക്നോളജി കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ മാറ്റൊലി കാണിച്ചു വെച്ചവരും കോവിഡിന്റെ കാലത്ത് ലക്ഷങ്ങളെ മണ്ണിന്റെ അടിയിൽ കൊണ്ട് അടക്കി വെച്ചപ്പോൾ നമുക്കും മനസ്സിലായി മെഡിക്കൽ സിസ്റ്റം പോലും കോവിഡ് എന്ന ഒരു കൊച്ചു വൈറസിന്റെ മുമ്പിൽ ഭയപ്പെട്ടു നിന്നത്. എന്താ അർത്ഥം? അറിവെത്രയുണ്ടായാലും, കഴിവെത്രയുണ്ടായാലും അത് പരാജയപ്പെടും. ശിഷ്യന്മാരുടെ അറിവ് പരാജയപ്പെട്ടു, അവരുടെ കഴിവ് പരാജയപ്പെട്ടു. അപ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. 4-ാം യാമത്തിൽ കടലിന്റെ മീതെ നടന്ന് ഒരുവൻ അവരുടെ അടുക്കലേക്ക് അടുത്തു വരുന്നു. ഇനി നിങ്ങൾ എന്റെ കൂടെ ചിന്തിക്കണം, എന്റെ കൂടെ ചിന്തിക്കണം. സ്തോത്രം. ശിഷ്യന്മാരോട് ചോദിക്കുക, എന്താ നിന്റെ പ്രശ്നം? അവര് പറയും ഉയർന്നു നിൽക്കുന്ന തിരമാലയാണെന്ന്. അവരോട് ചോദിക്കുക, എന്താ നിന്റെ പ്രശ്നം? അവര് പറയും ആഞ്ഞടിക്കുന്ന കാറ്റാണെന്ന്. എന്നാൽ ഒരു നിമിഷം നോക്ക്, ക്രിസ്തു എവിടെയാണ് നിൽക്കുന്നത്? അവർക്ക് പ്രതികൂലമായ തിരമാലയുടെ മുകളിലാണ് ക്രിസ്തു നിൽക്കുന്നത്. അവർക്ക് നേരെ ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ മുകളിലാണ് ക്രിസ്തു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എനിക്കറിയാവുന്ന വ്യാഖ്യാനം ഞാൻ പറയാം. മനുഷ്യനായ ഞാൻ പ്രശ്നത്തിന്റെ അകത്താണെങ്കിലും ഞാൻ ആരാധിക്കുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ അവൻ പ്രശ്നത്തിന് അധീനനായ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. മനുഷ്യനായ ഞാൻ പ്രശ്നത്തിന്റെ അകത്തെങ്കിലും ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ പ്രശ്നങ്ങൾക്ക് അധീനനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇതൊരു അനുഭവത്തിന്റെ അകത്തുള്ളതാണ് ദൈവമക്കളെ. ഇത് വചനം പഠിച്ചത് മാത്രമല്ല, ഇത് ജീവിതം കൊണ്ട് അനുഭവിച്ചു പഠിച്ചതാണ്. ഞങ്ങൾക്കൊരു ജേക്കബ് ബ്രദറുണ്ട്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് 3 ലക്ഷം രൂപയ്ക്ക് മേലെ സാലറി മേടിക്കുന്ന
അമേരിക്കൻ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു IT കാരനാണ്, സുവിശേഷകനാണ്, പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന യങ്സ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന നല്ല സഹോദരനാണ്, പെരുമ്പാവൂരുകാരനാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട അനുഭവം അദ്ദേഹം പറയാറുണ്ട്. ജേക്കബിന്റെ അനുഭവം യാക്കോബയക്കാരനാണ്, ഇന്നും യാക്കോബയക്കാരനായിരുന്നു. ജേക്കബ് നല്ല മദ്യപാനിയായിരുന്നു. കെട്ടിയത് മർത്തോമയിലെ ചേച്ചിക്ക് ദൈവകൃപയുള്ള സഹോദരിയായിരുന്നു. അപ്പൊ ജേക്കബിന് ദൈവഭക്തിയൊക്കെ ഉണ്ട്. എന്നറിയാമോ? കുരിശ് മല കയറാൻ പോകും, അത് വേണേ കുരിശൊക്കെ തോളത്ത് വെച്ച് മല കയറാൻ പോകും. ജേക്കബ് തന്നെ പറയും, അങ്ങോട്ട് ബോധത്തിൽ പോകും, ഇങ്ങോട്ട് ഒരു ബോധവും ഇല്ലാതെ ആയിരിക്കും ഇറങ്ങി വരുന്നെന്ന്. മല കയറിയ വിധത്തിൽ മല ഇറങ്ങാറില്ലെന്ന്, പോകാത്ത സ്ഥലമില്ല. പക്ഷേ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞുണ്ടായി. കിച്ചു എന്ന് ഓമന പേരിട്ടു. ഒന്നാമത്തെ മകൻ വയസ്സ് 1.5 കഴിഞ്ഞു. അവന് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ച്, അവന്റെ കാലിന് ചെറിയൊരു വളവുണ്ട്. ഉടനെ എറണാകുളത്തുള്ള ഏറ്റവും നല്ല ഡോക്ടറുടെ അടുത്തേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവന് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ കാണിച്ചു കൊടുത്തു, പൈതലിന്റെ കാലിന് മാത്രമല്ല വളവ്, അവന്റെ ശരീരത്തിലെ സകല അസ്ഥികളും വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെ കാണാപ്പാടം പഠിച്ചതാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞ പോലെ ബയോളജി അറിയത്തില്ല, തിയോളജി അറിയാവോ? എത്ര നേരം ഇത് ഓർത്തെടുത്തിട്ടാണെന്നറിയാം ഇതൊക്കെ ഓർമ്മിച്ചു വെക്കുന്നത്. ഇതിന്റെ നോർമൽ എന്നുള്ളത് ഒരു മനുഷ്യ ശരീരത്തിൽ 40 തൊട്ട് 144 വരെയാണ്. എന്നാൽ കിച്ചുവിന്റെ ശരീരത്തിൽ, ഈ 1.5 വയസ്സുള്ള പൈതലിന്റെ ശരീരത്തിൽ അത് 650 ആയിരുന്നു. ഇത് കണ്ട ഡോക്ടർ പറഞ്ഞു, ആഫ്രിക്കയിൽ നല്ല ഭക്ഷണം കിട്ടാതെ, വിറ്റാമിൻ ഇല്ലാതെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ ലക്ഷങ്ങളിൽ ഒരാൾക്കുണ്ടാകുന്ന അസുഖമാണിത്. ഇതെങ്ങനെ ഇവർ വന്നെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, സ്നേഹിത ജേക്കബേ, there is no medicine for this sickness. ഈ അസുഖത്തിന് മരുന്നില്ല എന്ന് ജേക്കബിന് നല്ല കോൺഫിഡന്റ്. കാര്യം കാശുണ്ട്, ജോലിയുണ്ട്, പിന്നെ സ്നേഹിതർ അമേരിക്കയിലുണ്ട്, മുതലാളി അമേരിക്കയിലാണ്, അവിടെ ടെക്നോളജി ഉണ്ട്. റിപ്പോർട്ട് എല്ലാം കൂടെ കൊണ്ട് അടുത്ത ഡോക്ടറുടെ അടുത്ത് ചെന്നു. നമ്മുടെ മരിച്ചുപോയ മുൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ, കേരളം അറിയപ്പെടുന്ന ഏറ്റവും നല്ല പീഡിയാട്രിഷ്യനാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി റിപ്പോർട്ട് എല്ലാം കാണിച്ചു കൊടുത്തു. അതേ മറുപടി, ജേക്കബേ, ഈ അസുഖത്തിന് മരുന്നില്ല. അല്പം കൂടെ അമേരിക്കയിൽ അയച്ചു കൊടുത്തു. മറുപടി തിരിച്ചു വന്നു, ജേക്കബേ, ഈ അസുഖത്തിന് മരുന്നില്ല. അപ്പൊ കരയാൻ തുടങ്ങി. കാര്യം എന്താണെന്നറിയാമോ? മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാനില്ല. മെഡിക്കൽ സയൻസിന് ലിറ്ററലി ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് അല്ലപ്രയിൽ കുറച്ച് ദൈവമക്കളുണ്ട്, പല സഭക്കാരാ, അവർക്ക് സഭ വിഷയമല്ല, അവർ കൂട്ടായ്മക്കാരാ. ജേക്കബിനെ വിളിച്ചു പറഞ്ഞു, ജേക്കബ്, shall we pray together? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? 3 ദിവസം ഉപവാസം എടുക്കാന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി ഉപവസിക്കാൻ തീരുമാനിച്ചു. ഭാര്യയും ഭർത്താവും വെള്ളം മാത്രം കുടിച്ച് 3 ദിവസം മുട്ടയിലിരിക്കാൻ തീരുമാനിച്ചു. കൂട്ടു സഹോദരന്മാർ ചെന്നു, ഒരുമിച്ചിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ജേക്കബിന്റെ കണ്ണ് നിറഞ്ഞു. എന്റെ സഹോദരൻ തന്റെ പാപത്തെ ഏറ്റു പറഞ്ഞു, ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. കർത്താവേ, നീ എന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്ത, നിനക്ക് വേണ്ടി ജീവിച്ചോളാമെന്ന് തീരുമാനമെടുത്തു. 3 ദിവസം ഉപവാസത്തിനിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ജേക്കബിന്റെ അകത്ത് ഒരു ദൈവവചനം കയറി വരികയാ. എന്നറിയാമോ? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്തെടുക്കും. കർത്താവ് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, വ്യക്തതയോടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്നത് ഒറ്റ ബലത്തില. എന്റെ പൈതലിനെ എന്റെ കർത്താവ് സൗഖ്യമാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. ആ കണ്ടന്റ് ഉണ്ടല്ലോ, ആൽക്കലൈൻ ഫോസ്ഫേറ്റ് 650 ഉണ്ടായിരുന്നത്, അത് നേരെ താഴോട്ട് കുറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞു, വീണ്ടും ചെന്നു. സ്തോത്രം, അത് താഴേട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് കിച്ചുവിന് വയസ്സ് 14 അവന്റെ അസ്ഥി വളർന്നിട്ടില്ല, അസ്ഥി ഒടിഞ്ഞിട്ടില്ല. മെഡിക്കൽ സയൻസ് ഒരിക്കലും സൗഖ്യമാകില്ല എന്ന് പറഞ്ഞ അസുഖം കിച്ചു എന്ന പൈതലിന്റെ ശരീരത്തിൽ ഇന്നില്ല. ആരാ സൗഖ്യമാക്കിയത്? എന്റെ ഉത്തരം, എന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ഒരു ദൈവമുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു കഥ പറഞ്ഞേച്ചു വേണമെങ്കിൽ ബാക്കി പറയാം. കഥ എന്തിനാണെന്നറിയാമോ?
കഥ പിള്ളേർക്കും ഇഷ്ടമായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വീട്ടിൽ കള്ളം കയറി പട്ടി കുരച്ച കഥ? കേട്ടിട്ടുണ്ടോ? ആ ബോംബെയിലൊന്നും എത്തിയില്ലായിരിക്കും അല്ലേ? ആ നാട്ടിൽ വളരെ പ്രശസ്തമായ കഥ. ഒരു വീട്ടിൽ കള്ളം കയറി പട്ടി കുരച്ചു. പട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ കുരച്ചാൽ നാട്ടിലുള്ളവരെല്ലാം ഐക്യമായി കുരയ്ക്കും. അത് അവരുടെ പ്രത്യേകതയാണ്. ഐക്യമത്യം മഹാബലം എന്നുള്ളത് പഠിക്കണമെങ്കിൽ അവരെ നോക്കിയാൽ മതി. ഈ വീട്ടിൽ കള്ളം കയറി പട്ടി കുരച്ചു. നാട്ടിലെ പട്ടികളെല്ലാം കുരച്ചു. ഒടുവിൽ കുരച്ച പട്ടി ഒന്ന് നിർത്തിയേച്ച് ചിന്തിക്കുക, ശരാ ഞാൻ എന്തിനാ കുരയ്ക്കുന്നേ? അവനറിഞ്ഞൂടെ അവനെന്തിനാ കുരയ്ക്കുന്നതെന്ന്. അവൻ മറ്റൊരുത്തം കുരയ്ക്കുന്നത് കേട്ടു, അവൻ കുരച്ചു. അതിന്റെ അവസാനം കുരച്ചവൻ ചിന്തിച്ചു, ഞാൻ എന്തിനാ കുരയ്ക്കുന്നത്? അവനും നിർത്തി. അവസാനം അയലോക്കത്തെ പട്ടി കുര നിർത്തി. ഒരുത്തൻ മാത്രം കുര നിർത്തിയില്ല. ആരാ കുര നിർത്താത്തെന്നറിയാമോ? കേട്ടവരെല്ലാം നിർത്തി, കണ്ടവൻ മാത്രം നിർത്തിയില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്നെ നിങ്ങൾ ഒരുമിച്ച് കുത്തിയതാ. ഞാൻ ഈ കിടന്ന് അലറുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇയാൾക്ക് ഭ്രാന്താണോ? ഇനി എന്റെ പ്രസംഗ ശൈലി ഇങ്ങനെ, എനിക്കിങ്ങനെ പറയാൻ അറിയുള്ളൂ. പക്ഷെ ഇതിന്റെ പുറകിൽ ഒരു വാക്യമുണ്ട്. ഇന്ന് വായിച്ചായിരുന്നു സങ്കീർത്തനത്തിൽ നിന്ന്. ഓ ടേസ്റ്റ് ആൻഡ് സീ that the Lord is good. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അറിഞ്ഞവനാ പറയുന്നേ, എന്റെ ദൈവം എന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ദൈവമാണ്. സ്തോത്രം. പൗലോസിനോട് ചോദിക്കേ, പൗലോസേ നിനക്കെന്താ ഉറപ്പ്? നിന്റെ പ്രശ്നങ്ങളെക്കാൾ നിന്റെ ദൈവം വലിയവനെന്ന്. പൗലോസ് ജീവിതം കൊണ്ടാ പഠിച്ചത്. ക്രിസ്തീയ ജീവിതത്തിന്റെ രണ്ട് അടിസ്ഥാനം പറയാം. ഒന്ന് വിശ്വാസം, രണ്ട് വിശ്വാസത്താൽ ലഭിക്കുന്ന അനുഭവങ്ങളുമുണ്ട്. സ്തോത്രം. ഞാൻ കർത്താവിൽ വിശ്വസിച്ചു, ഞാൻ ജീവരക്ഷ പ്രാപിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ഈ വിശ്വാസ യാത്രയിൽ എനിക്കുള്ള ചില അനുഭവങ്ങളുണ്ട്. അത് പൗലോസ് പറയും. പൗലോസിന്റെ ഒരു അനുഭവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 43-ാമത്തെ തിരുവചനം, ആക്ട്സ് 27:43. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, പൗലോസ് ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും പൗലോസിന്റെ പ്രാണന് ഹാനി വരാതെ ശതാധിപൻ തടുത്തു. നിങ്ങൾ സമാധാനത്തിൽ പോയി വായിച്ചാൽ മതി. അവസാന ഭാഗമാണ്. ഞാൻ ഈ വേദഭാഗം ഇങ്ങനെ വായിച്ചു വന്നപ്പോ, എന്റെ റെഗുലർ റീഡിങ്ങിന്റെ ഭാഗമോ കേട്ടോ, വായിച്ചു വന്നപ്പോ അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കുക, പൗലോസ് ശതാധിപനോ പൗലോസിനെ രക്ഷിക്കാൻ ഇച്ഛിച്ചിട്ട്. എല്ലാരും എന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു മിനിറ്റ്. എല്ലാരും വായിക്കാൻ പോയതായിരിക്കും അല്ലേ? ഒരു സത്യം ഞാൻ പറയാം, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. തിരിച്ച് വീട്ടിൽ ചെന്നാൽ ആ ഭാഗം ഒന്നും മാഞ്ഞു പോകത്തില്ല, അവിടെ തന്നെ കാണും. അതുകൊണ്ട് തിരിച്ച് സമാധാനത്തോടെ പോയി വായിച്ചു. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം മൊത്തം ഇരുന്ന് വായിച്ചോ. അവിടെ എഴുതി വെച്ചേക്കുക, ശതാധിപനോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഞാൻ പറയാം. എന്ത് നല്ല ശതാധിപൻ! താൻ കൊണ്ടുപോകുന്ന ഒരു കുറ്റവാളി മരിക്കാതിരിക്കാൻ, അവന് രക്ഷിക്കാൻ തക്കവണ്ണം മനസ്സുള്ള ശതാധിപൻ. അങ്ങനെയാണോ തോന്നിയത്? അങ്ങനെ എനിക്ക് തോന്നിയത്. അങ്ങനാണെങ്കിൽ ഞാൻ ഇന്നലെ ക്രൂശീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ആരെങ്കിലും വല്ലതൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. കാര്യം നോട്ട് ബുക്കൊക്കെ കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ. ഇതൊന്നും നാട്ടിലില്ലാത്ത കൾച്ചറാണ്. അവിടെ നമുക്ക് ഒരു പ്രസംഗം 50 പ്രാവശ്യം പ്രസംഗിച്ചാലും ഞങ്ങൾ ഓക്കെയാ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നത്. ഇവിടെ വന്ന് ഈ നോട്ട് ബുക്ക് കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മനസ്സിലായി, ഇനി അത് ഉറക്കുമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും എഴുതിയെടുക്കുന്നല്ലോ. അപ്പൊ ഇന്നലെ എഴുതിയെടുത്തത് നിങ്ങൾ ഓർത്തെടുത്താൽ മതി. ഈ റോമാക്കാരന്റെ സ്വഭാവം എന്താണ് ഇന്നലെ ഞാൻ വിശദീകരിച്ചു. ഞാൻ ഒന്നും കൂടെ പറയാം. എന്താ റോമാക്കാരന്റെ സ്വഭാവം? ഗ്ലാഡിയേറ്റർ എന്താന്ന് ഞാൻ പറഞ്ഞു, കൊളോസിയം എന്താന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൊല്ലുന്നത് കണ്ട് കൈയടിക്കുന്നവന്റെ പേരാണ് റോമാക്കാരൻ എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് കോഹ്ലി 4 അടിക്കുമ്പോൾ, മെസ്സി ഗോൾ അടിക്കുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് 2 സ്പോർട്സാണ് ഇഷ്ടം. പ്രധാനപ്പെട്ടത് ക്രിക്കറ്റും ഫുട്ബോളും. ബാക്കി അധികം പേരൊന്നും ഓർത്ത് വെക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ കോഹ്ലി എന്നും മെസ്സി എന്നും ഒക്കെ പറഞ്ഞത്. ഇവിടെ നമ്മൾ കൈയടിക്കും. പക്ഷേ റോമാക്കാരൻ കൈയടിക്കണമെങ്കിൽ ഒരുത്തന്റെ കണ്ണിന്റെ അകത്ത് കത്തി കുത്തി കയറ്റണം, ഒരുത്തന്റെ തല വെട്ടിയെടുത്ത് കയ്യിൽ പിടിക്കണം, അവന്റെ ശരീരത്തെ പലതായി കണ്ടിച്ചെടുക്കണം. എന്നാൽ റോമാക്കാരൻ കൈയടിച്ചു. അതാണ് കൊളോസിയം എന്നുള്ളത്. 2 പേരുടെ ചരിത്രം പറയാം. ചരിത്രം നമ്പർ 1, ആന്റിപ്പാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. പിടിക്കപ്പെട്ടു, കൊല്ലാൻ വിധിക്കപ്പെട്ടു.
എങ്ങനെയാ കൊന്നറിയാമോ? ഒരു താമ്രം കൊണ്ടുള്ള ബ്രോൺസ് ഓക്സൺ എന്നാണ് വിളിക്കുന്നത്, താമ്രം കൊണ്ടുള്ള കാളൻ അതിനെ ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ വയറ് തുറക്കാവുന്ന പരുവത്തിൽ ആ മനുഷ്യനെ അതിന്റെ അകത്ത് കയറ്റി വെച്ചു. എന്നിട്ട് ആ കാളയുടെ വയറ് അവനെ ലോക്കിട്ട് പൂട്ടി. എന്നിട്ട് അതിന്റെ അടിയിൽ അത് തീ കൊളുത്തുമ്പോൾ ഇത് കത്തി ചൂടാകാൻ തുടങ്ങും. ഇത് കത്തി താമ്രം കത്തി ചൂടായി. ആ ചൂടിന്റെ നിലവിളി പുറത്തേക്ക് അവന് കേട്ടത് ഒരു മ്യൂസിക്കിന്റെ ശബ്ദത്തിലാണ്. ഇതൊക്കെ ഗൂഗിളിൽ വായിക്കാൻ കിട്ടും. എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ശബ്ദം അതൊരു മ്യൂസിക്കിന്റെ സ്വരത്തിൽ കേട്ട് അതിന് താളം പിടിച്ചവന്റെ പേരാണ് റോമാക്കാരൻ എന്നുള്ളത്. മറക്കരുത്, ലോകത്തിൽ ക്രൂരതയ്ക്കൊരു പര്യായമുണ്ടെങ്കിൽ അവന്റെ പേരാണ് റോമാക്കാരൻ. ഞാൻ ഇങ്ങനെ പറയും, ഇവരൊരു ഡിക്ഷണറി ഉണ്ടാക്കിയാൽ ദയാ, കരുണ, അനുകമ്പ ഇങ്ങനെയുള്ള വാക്കൊന്നും ഇവരുടെ ഡിക്ഷണറിക്കകത്ത് കാണില്ല. അതെന്താ? അവനതില്ല. രണ്ടാമതൊരു ഉദാഹരണം പറയാം. ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. എവിടെ എഴുതി വെച്ചേക്കുന്നത്? സമയം കളയില്ലാത്തതുകൊണ്ട് പറയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അകത്തേക്ക് അവസാനിപ്പിക്കുമ്പോൾ എഴുതി വെച്ചേക്കുക, അവരെ ഈർച്ചവാളാൽ അറുത്തു എന്നാ പറഞ്ഞേക്കുന്നത്. ഈർച്ചവാൾ എന്താന്ന് ബോംബെക്കാർക്ക് അറിയാമോ? നാട്ടിൽ നിന്ന് വന്നതല്ലേ, പഴയ ആൾക്കാർക്കും അറിയില്ല, പിന്നെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ സെമിനാരിൽ ചെന്നാ പഠിച്ചത്. +2 എനിക്ക് കൊട്ടയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നു, പറയുന്നില്ല. എൻ്റെ ഭാര്യ ഇടയ്ക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ തന്നെ പോയതാണോ എന്ന്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സെമിനാരിൽ ചെല്ലുമ്പോഴായി പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ പ്രതീക്ഷ സെമിനാരിൽ ചെല്ലുമ്പോൾ പഠിച്ചാൽ മാത്രം മതിയെന്നാണ്. ചെന്നപ്പോഴാണ് അറിഞ്ഞത് തലയ്ക്ക് നട്ടപ്പുറം പഠിക്കണം. ഉള്ള കാര്യം പറയാലോ, ബൈബിള് മാത്രമല്ല, ആവശ്യമില്ലാത്തൊക്കെ പഠിക്കണം. MRS പഠിക്കണം, സൈക്കോളജി പഠിക്കണം, റിലീജിയൻ പഠിക്കണം, എന്ന് വേണ്ട ഫിലോസഫി പഠിക്കണം. തലയ്ക്ക് നട്ടപ്പുറം പഠിക്കാനുണ്ട്. MAക്ക് പഠിക്കുന്നേക്കാളും നല്ല കഷ്ടപ്പാടാ ഇത് പഠിക്കാനായിട്ട്. 5 മാസം കൊണ്ട് 7 സബ്ജക്റ്റിന് അസൈൻമെന്റും റീഡിംഗ് റിപ്പോർട്ടും വരെ എഴുതി അത് ക്ലാസ് പ്രസന്റേഷനും നടത്തി വരുമ്പോഴത്തേക്കും തുടങ്ങുന്ന ദിവസം തൊട്ട് പരീക്ഷ തീരുന്ന ദിവസം വരെ പാതിരാത്രി 2 മണിയായാലും ഉറങ്ങാൻ പറ്റാത്ത പരുവത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇടയ്ക്ക് ചിന്തിക്കും, അത് പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് 10നും +2 മാർക്കില്ലേലും ഞാൻ സെമിനാരിയിൽ നല്ല മാർക്കോടെയാണ് പാസ്സായത്. ദൈവത്തിന്റെ കരുണ കൊണ്ട് കഠിനാധ്വാനം ചെയ്തു. അപ്പോ രാത്രി മൊത്തം ഇരുന്ന് പഠിക്കും. ഞാൻ ചിന്തിക്കും, എന്റെ കർത്താവ്, ഈ പഠിത്തം വല്ലോ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചായിരുന്നെങ്കിൽ ഫുൾ A+ മേടിച്ച് കിടന്നു പോകണമെന്ന്. എനിക്ക് അത്രയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഏതായാലും അവിടെ ചെന്നപ്പോ പഠിക്കലും മാത്രമല്ല, ചെന്നപ്പോഴാണ് അറിഞ്ഞത് ചപ്പാത്തി പരത്തണം, ടോയ്ലറ്റ് കഴുകണം, പിന്നെ വിറക് വെട്ടണം. ഇല്ലാത്ത പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ കമന്ന് കിടക്കുന്ന ഇല മറിച്ചിടാത്ത 3ാമത്തെ പുത്രനായ ഞാൻ ചെന്ന് കയറിയത് സിംഹക്കൂട്ടിന്റെ അകത്തേക്കാ. തലയ്ക്ക് നട്ടപ്പറ പണിയെടുക്കേണ്ട വന്നു. ഒരു ദിവസം എൻ്റെ അപ്പൻ എൻ്റെ കൈ പിടിച്ചു നോക്കി വെച്ച് എന്നോട് ചോദിച്ചു, നീ പഠിക്കാൻ പോയതാണോ പണിയാൻ പോയതാണോ എന്ന്. എൻ്റെ കയ്യിൽ തളമ്പ് വന്നു. ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നൊരു ജോലിയാണ് വിറക് വെട്ടുക എന്നുള്ളത്. നവജീവോദയ ക്യാമ്പസിൽ അന്ന് ഇഷ്ടം പോലെ റബ്ബർ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? കർത്താവ് പറഞ്ഞ പോലെ ഫലം കായ്ക്കാത്തതിനെയെല്ലാം വെട്ടിക്കളയുന്നത് പോലെ പാല് തരാത്തവരെല്ലാം ഞങ്ങളും വെട്ടും. എല്ലാ ശനിയാഴ്ചയും റബ്ബറിനെ വെട്ടുക എന്നുള്ളത് ഞങ്ങളുടെ പണി. മേളിൽ കയറി കൂട്ടു സഹോദരങ്ങൾ വെട്ടും. അവരുടെ പേരൊക്കെ ബഹു രസമാണ്. ഇന്ന് ഞാൻ ഓർത്തു വെക്കുന്നുണ്ട്. എനിക്ക് എഴുതാൻ അറിയില്ല, പറയാനേ അറിയാവോ. അവൻ മണിപ്പൂരുകാരനാ. ഈ പേര് പഠിച്ചത് 6 മാസം കൊണ്ടാ. അടുത്തവന്റെ പേര് ഡിഷോൾ ലെപ്ചെ. ഇതൊക്കെ വിളിക്കുമ്പോൾ സൂക്ഷിച്ച് വിളിക്കണം, വേറെ വല്ലതായി പോകുന്ന അറിഞ്ഞുകൂടാ. അപ്പോ ഇതൊക്കെ കൂടെ അപ്പൊ ഞങ്ങൾ 3 പേരാ വിറക് വെട്ടുന്നത്. തൃശ്ശൂരുകാരൻ, വെസ്റ്റ് ബംഗാളുകാരൻ, മണിപ്പൂരുകാരൻ. മരത്തെ കയറുന്നവർ കമ്പല്ല മറത്തിടും. ഞങ്ങൾ എന്നിട്ട് ഇതിനെ കടയോടെ വെട്ടും. വെട്ടി മുറിച്ചിട്ടേച്ച് ഡിഷോൺ എന്ന എന്റെ വെസ്റ്റ് ബംഗാൾ സ്നേഹിതനും തൃശ്ശൂരുകാരനായ ഞാനും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കും. എന്നിട്ട് റബ്ബറിനെ ചവിട്ടിപ്പിടിക്കും. ചവിട്ടിപ്പിടിച്ച റബ്ബറിന്റെ മേൽ ഈർച്ചവാളുന്ന സാധനം വെക്കും. എന്നിട്ട് അറുത്തെടുക്കും. അതാ എനിക്കറിയാവുന്ന ഈർച്ചവാള്. ഞാൻ വളഞ്ഞ മൂക്ക് പിടിച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി റോമാക്കാരന്റെ ഈർച്ചവാൾ എന്നാന്ന് പറയാം. ഒരു മനുഷ്യനെ ഭൂമിയിൽ നാട്ടിവെച്ച കുറ്റിയോട് ചേർത്ത് കെട്ടും. അവന്റെ കൈ പുറകിലേക്ക് കെട്ടും. അവന്റെ കാല് ചേർത്ത് ബന്ധിക്കും. അവന്റെ കഴുത്ത് കൂട്ടിക്കെട്ടും. എന്നിട്ട് 2 പട്ടാളക്കാർ അപ്പുറവും ഇപ്പുറവും നിൽക്കും. അവന്റെ നെഞ്ചത്തേക്ക് അവർ വാള് വെക്കും. എന്നിട്ട് അവർ അവന്റെ മുഖത്ത് നോക്കിയ വാൾ അറുക്കാൻ തുടങ്ങും. ചുടുരക്തം അവന്റെ
അവന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീഴും. ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെടും. അവൻ പ്രാണന് വേണ്ടി കരയും. കരയുമ്പോൾ ചിരിച്ചവന്റെ പേരാണ് റോമാക്കാരനെന്നുള്ളത്. എങ്കിലും ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താ ശതാധിപ, നീ മാനസാന്തരപ്പെട്ടതാണോ? നീ പൗലോസിനെ രക്ഷിക്കാൻ എന്തുകൊണ്ടാ തീരുമാനിച്ചത്? എന്റെ ഉത്തരം, അത് ശതാധിപൻ മാനസാന്തരപ്പെട്ടതല്ല. പ്രത്യുത ആഞ്ഞടിക്കുന്ന ഈശാന മൂലന്റെ നടുവിൽ, തകരുന്ന കപ്പലിന്റെ നടുവിൽ പ്രാണഭയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ കപ്പലിന്റെ അകത്ത് ഇറക്കി വെച്ച് ഈ പൗലോസിനോട് പറഞ്ഞു, നിന്റെ പ്രാണന് ദോഷം വരാതെ ഞാൻ നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തുമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ തകർന്നാലും കൊടുങ്കാറ്റ് പ്രതികൂലമായാലും നീ കര കണ്ടില്ലെങ്കിലും നിന്റെ പ്രാണനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഉടയവൻ സ്വർഗത്തിലുണ്ടെന്ന്. സ്തോത്രം. ഇങ്ങനെ ആശ്വാസം അനുഭവിച്ചവൻ പറയുക, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയുക, ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോയാലും നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശദീകരിക്കാൻ ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. കർത്താവ് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? ഞാൻ പറയും, അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ അല്ല. ഇവിടുത്തെ അമ്മമാരെ കുറിച്ച് വലിയ പരിചയമില്ല. എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയുടെ മക്കളെയൊക്കെ നോക്കിയത് അത് ഞാൻ 10ലും +2 ഒക്കെ പഠിക്കുന്ന സമയമാണ്. മൂത്തവൾക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് രണ്ടാമത്തവൻ ഉണ്ടാകുന്നത്. അപ്പോൾ മൂത്തവളെ എൻ്റെ വീട്ടിലാക്കി, ഞങ്ങളുടെ വീട്ടിലാക്കി. അപ്പോൾ അമ്മയാണ് ഇവൾക്ക് ഊണ് കൊടുക്കുന്നത്, ഭക്ഷണം കഴിപ്പിക്കുന്നത് എല്ലാം അമ്മയാണ്. ഇന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ വലിയ പാടില്ല. എന്തുകൊണ്ടാണ് പാടില്ലാത്തത്? മൊബൈലുണ്ട്, TV ഉണ്ട്, കാർട്ടൂൺ നെറ്റ്വർക്ക്, പോക്കോ, ഇതൊന്നും എൻ്റെ വായിലൊക്കെ മറന്നുപോയി. പിന്നെ മൊബൈലിലാണെങ്കിൽ കിഡ്സ്, യൂട്യൂബ് കിഡ്സ്. പിന്നെ ഇതെല്ലാം കൂടെ തുറന്നു വെച്ച കൊച്ച് വാ പൊളിച്ചിരുന്നോളൂ. വാ പൊളിച്ചിരിക്കുന്ന കൊച്ചിന്റെ വായിലേക്ക് പതുക്കെ വെച്ചു കൊടുത്താൽ മതി. വയറ് നിറയുമ്പോൾ കൊച്ച് അടയാളം കാണിക്കും, നിർത്തിക്കോ, അപ്പം നിർത്തിയാൽ മതി. എന്തൊരു എളുപ്പമാ. അന്നങ്ങനല്ല. എൻ്റെ അമ്മ ഈ ഒക്കത്തും വെച്ചോണ്ട് റോഡിൽ കൂടെ നടന്ന് കഥ പറഞ്ഞ് തീറ്റിച്ച സംഭവമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അമ്മമാര് സ്ഥിരം പറയുന്ന 2 നുണയാണ്. ഒന്ന്, അപ്പിടി തിന്നാത്തി അതിനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ളവർക്കെല്ലാം പശ്ചാത്തപിക്കാം. ഏതിനെയാ പറ? അമ്പിളി മാമൻ. അത് അപ്പൊ എല്ലാവരും ഒരേ നുണക്കകത്തുള്ളവരെ തന്നെയാണ്. എല്ലാവരും അത് പറഞ്ഞാൽ ശീലിച്ച് അമ്പിളി മാമനെ പിടിച്ചു തരാം. ഒരു കഷ്ണമെങ്കിലും ഒന്ന് വരെ പിടിച്ചു. പിന്നെയും കുറച്ച് ഉറങ്ങിയില്ലെങ്കിൽ രാത്രി എൻ്റെ അമ്മ പറയുന്ന അടുത്ത നുണയുണ്ട് കേട്ടോ, കേൾക്കുന്നില്ല. അതുകൊണ്ട് നല്ല ഉറപ്പില്ല ഞാൻ ഈ പറയുന്നത്. അന്ന് പറഞ്ഞ വേഗം ഉറങ്ങിട്ടു, ഇല്ലെങ്കിൽ പാക്കാൻ ഇറങ്ങി വരുന്നത്. 2 വാക്കാ ഉപയോഗിക്കുക. ഒന്നേ പാക്കാൻ, അല്ലെ കോക്കാച്ചി. ഇതിന് ഇതുവരെ മെഡിക്കൽ സയൻസ് അല്ല, ആനിമൽ സയൻസുകാർ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഈ പാക്കാൻ എന്താണെന്നും കോക്കാച്ചി എന്താണെന്നും എൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയാവൂ. ഇത് ഇങ്ങനൊരു സാധനം ഇന്ന് വരെ വെളിപ്പെട്ടിട്ടുമില്ല. അപ്പൊ പിള്ളേരെ പറ്റിക്കാൻ പറയുന്ന 2-3 കാര്യങ്ങളാണ്. അപ്പിടി തിന്നോ, ഇപ്പൊ പിടിച്ചു തരാം. ഇങ്ങനെയാണ് അമ്മയെ ആശ്വസിപ്പിക്കുന്നത്. ഞാൻ പറയും, കർത്താവ് ഇങ്ങനല്ല ആശ്വസിപ്പിക്കുന്നത്. എങ്ങനെയാ കർത്താവ് ആശ്വസിപ്പിക്കുന്നത്? ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ ഒരുങ്ങുന്ന സമയം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴെല്ലാം അവരുടെ ഹൃദയം സങ്കടപ്പെട്ട് കാണും. നല്ല അച്ഛന്മാരെ പിരിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട്. സ്നേഹിക്കുന്ന, കരുതുന്ന നല്ല സഭാ ശുശ്രൂഷകർ പിരിഞ്ഞു പോകുമ്പോൾ കരഞ്ഞ കാലമൊക്കെ ഞാനും ഓർക്കുന്നുണ്ട്. അപ്പൊ കൂടെ നടന്ന കർത്താവ് പറയുക, മക്കളെ ഞാൻ പിരിയാൻ പോവുകയാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് സങ്കടം വരും. എന്തുകൊണ്ടാ? അവന്റെ കൂടെ നടന്ന കാലത്ത് അവര് വിശപ്പറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 5 അപ്പവും 2 മീനും സമൃദ്ധിയായി കൊടുപ്പാൻ അവന്റെ കരം കൊണ്ട് കഴിയുമായിരുന്നു. അവന്റെ കൂടെ നടന്ന കാലത്ത് അവരൊരു പ്രാവശ്യം പോലും രോഗത്താൽ വീണു പോയിട്ടില്ല. എന്തുകൊണ്ടാ? അവൻ ഗിലെയാദിലെ നല്ല വൈദ്യനായിരുന്നു. അവന്റെ കൂടെ നടന്ന കാലത്ത് അവർക്കൊന്നിനും കുറവുണ്ടായിട്ടില്ല. അവരെ ക്ഷേമമായി പുലർത്തിയ അവരുടെ കർത്താവ് പിരിയുന്നെന്ന് കേട്ടപ്പോൾ അവരുടെ അകത്ത് ദുഃഖം തളം കെട്ടി. ആ ദുഃഖം തളം കെട്ടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്
പറയുന്നുണ്ട്. യേശു കർത്താവ് പറയുക, നിങ്ങൾ സങ്കടപ്പെടണ്ട, ഞാൻ പോകുന്നത് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ശ്രദ്ധിക്കണമേ, കാര്യസ്ഥൻ എന്നതിന് ഇംഗ്ലീഷ് പരിഭാഷ അനദർ കംഫർട്ടർ, മറ്റൊരാശ്വാസകൻ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ യേശു കർത്താവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ഹല്ലേലൂയ. പത്രോസിന്റെ പേര് പുസ്തകത്തിലുള്ളതിന്റെ കാര്യം യേശു അവന്റെ പുറകെ നടന്നത് കൊണ്ടാ, മനസ്സ് തകർന്നപ്പോൾ ചേർത്ത് പിടിച്ചത് കൊണ്ടാ കർത്താവ് ചെയ്തൊരു ശുശ്രൂഷയാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് കർത്താവിന്റെ ശുശ്രൂഷയാ. രോഗിയായിട്ട് ചെന്നാൽ ആശ്വാസമുണ്ട്. കുഷ്ഠരോഗിയുടെ മേൽ അവൻ കരം വെക്കുന്ന ദൈവമാണ്. പാപിനിയോട് ക്ഷമിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവന്റെ അടുക്കൽ ചെന്നവർക്കൊക്കെ ആശ്വാസമാ. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷ എന്താ? അവൻ ആശ്വസിപ്പിക്കുന്ന കർത്താവാ. അപ്പൊ കർത്താവ് പറയുക, ഞാൻ പോകുവാൻ, ഞാൻ പോയാൽ ഒരുവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. എന്താ അവൻ ചെയ്യാൻ പോകുന്നേ? അവൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ ഞാൻ എങ്ങനെ നിങ്ങളെ ആശ്വസിപ്പിച്ചോ അതുപോലെ എന്റെ ആത്മാവ്, ഞാൻ അയക്കുന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. സ്തോത്രം. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ആത്മാവിനെ പ്രാപിച്ചാൽ എന്തൊക്കെയുണ്ട്? ഞാൻ പറയും, ആത്മശക്തി പ്രാപിച്ചാൽ അന്യഭാഷയുണ്ട്, ആത്മശക്തി പ്രാപിച്ചാൽ കൃപാവരങ്ങളുണ്ട്, അവിടെ വ്യാഖ്യാനമുണ്ട്, അവിടെ വെളിപ്പാടുണ്ട്. എല്ലാം ശരിയാ. ഞാൻ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് പ്രാപിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട് എന്നതിന് മറ്റൊരു തെളിവുണ്ട്. എന്നറിയാമോ? അവൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഉത്തമമായ ഒരാശ്വാസമുണ്ട്. എന്താ കാര്യം? അവന്റെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ പരിശുദ്ധാത്മാവിനെ അവന്റെ മേൽ, നമ്മുടെ മേൽ അയച്ചു തന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ആത്മീക ആശ്വാസം നമ്മുടെ മേൽ പകരാൻ വേണ്ടിയാണ്. സ്തോത്രം. ഞാൻ അങ്ങനെ കണ്ട ഒത്തിരി ദൈവമക്കളുണ്ട്. പ്രത്യക്ഷത്തിലൊന്നും തോന്നില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും ജീവിതത്തിൽ. പക്ഷെ അവരുടെ നാവിൽ ഒരു പാട്ടുണ്ട്, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. അവർ മടുത്തുപോയവരല്ല, അവർ ക്ഷീണിച്ചവരല്ല, അവർ വീണുപോയവരല്ല, അവർ പരിതപിക്കുന്നവരല്ല. ജീവിതം തലയ്ക്ക് മീതെ പ്രശ്നമായി നിറഞ്ഞു നിന്നാലും അവരനുഭവിക്കുന്ന ഒരു ഉത്തമമായ ആശ്വാസം. സ്തോത്രം. സ്തോത്രം. എന്റെ ശബ്ദം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ ക്ഷമിക്കും. ഇന്ന് രാത്രി, നാളെ പകലും കൂടെ ഉള്ളൂ. എന്നാൽ എനിക്കിത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ദൈവവൈതലിന്റെ പ്രത്യേകതയാണ് അവൻ അകത്തളത്തിൽ അനുഭവിക്കുന്ന ആശ്വാസം എന്നുള്ളത്. ഇന്ന് രാത്രി ചോദിച്ചോട്ടെ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഞങ്ങൾ പോയ വീട്ടിലെ ആൻറ്റി അങ്കിളിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രോഗികളായവർ ഇതിൻ്റെ അകത്തുണ്ട്. ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. എന്താ മടുത്തു പോകാത്തത്? ഉത്തരം, നമ്മൾ പോലും അറിയാതെ നമ്മുടെ മേൽ പകരുന്ന ഒരു ഉത്തമമായ ആശ്വാസകൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. വിശുദ്ധന്മാർ അനുഭവിക്കുന്ന പ്രത്യേകതയാണ് അവർക്കൊരാശ്വാസമുണ്ടെന്നുള്ളത്. സ്തോത്രം. അത് അനുഭവിച്ചവർ പാട്ടുപാടിയിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ല പാട്ട് ഞാൻ നിങ്ങളോട് പറയാം. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി കേട്ടിട്ടുണ്ടോ? ഇല്ല. സാധു കൊച്ചൊരു ഉപദേശി ഉണ്ട്. ഓക്കെ. മാമൻ ഉപദേശി. ഇനി പേര് വേണേ ഇവിടെ ചോദിച്ചാൽ മതി, എന്റെ വായി പോലും നിൽക്കത്തില്ല. സഹോദര ഉപദേശിമാരെ അറിയാം. വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ പല പാട്ട് നമ്മൾ പാടാറുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് പാടാം. കാര്യം ഇനി ബോറടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പാട്ട് കേട്ട് ബോറടി മാറട്ടെ. നല്ല പാട്ടല്ലാത്തതുകൊണ്ട് ബോറടി മാറുന്നേ. ബാക്കി പാടാം. വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എന്ന് പറഞ്ഞാൽ കോഴഞ്ചേരിക്കടുത്ത് വേട്ടമല എന്ന സ്ഥലത്താണ്. പാട്ടത്തിന് സ്ഥലമെടുത്ത് അവിടെ കൃഷി ചെയ്ത് കപ്പയും മുളകുമാണ് നട്ടത്. മുളകിന് വേറൊരു പേരൊക്കെ പറയും, എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വായിൽ അതില്ല. ആ പുസ്തകം എൻ്റെ നാലും മേടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചും തന്നില്ല. ഈ പുസ്തകം കൊടുക്കരുതെന്ന് പറയുന്നതിന് ഒരു കാരണം അതാ. പുസ്തകം കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു തരുകയില്ല. കഴിഞ്ഞ വർഷം കൺവെൻഷന് മേടിച്ചത് ഇപ്പം തരാമെന്ന് പറഞ്ഞ ആൾ അതിന്റെ വഴിക്കും പോയി. അപ്പൊ അപ്പച്ചൻ മുളക് നട്ടു. കൃഷിപ്പണിയാ, ആദായം എന്നുള്ളത് കൃഷിയാ. ഒരു രാത്രി മൂത്ത മകന് നോക്കിയപ്പോൾ ആ പാടമായി നിൽക്കുന്ന കപ്പയും മുളകും ഒരു കള്ളം വന്ന് പറിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കണ്ട്. ഉടനെ ഈ മകൾ ഇറങ്ങിയ അയാളോട് പറഞ്ഞു,
പറഞ്ഞു, നീ പറിച്ചതിന്റെ പാതി തരണമെന്ന്. അവൻ അസഭ്യം പറഞ്ഞ് നടന്നുപോയെന്നാ പറഞ്ഞു. അതുകൊണ്ട് തീർന്നില്ല. അന്ന് രാത്രി അവൻ ആരൊക്കെയോ വിളിച്ചുകൊണ്ട് വന്ന് പറിക്കാറായി നിന്ന കപ്പയും മുളകും മൂടടക്കം വെട്ടിക്കളഞ്ഞു. ഇത് സംഭവിക്കുമ്പോൾ അപ്പച്ചൻ ദേശത്തില്ല. സുവിശേഷ വേലയ്ക്ക് പോയി. തിരിച്ചു വന്നു. നിറഞ്ഞ കണ്ണുകളോടെ ഭാര്യ നിൽക്കുന്നതും മകള് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു. അപ്പച്ചനോട് പറഞ്ഞു, നീ അത് കണ്ടോ? എന്നിട്ട് പറഞ്ഞു, പെരക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് പോയി പേപ്പർ എടുത്ത് കയ്യിൽ കൊടുത്തേച്ച് പറഞ്ഞു, പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതാറിയെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി. എന്നിട്ട് കുത്തിക്കുറിച്ച് കഴിഞ്ഞേച്ച് ഭാര്യയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എടി ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ? ഭാര്യ പറഞ്ഞു, വായിച്ചു എന്ന് പറഞ്ഞു. എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായി എന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം, ആമേൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്തുള്ളൂ? ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം ആരിലെന്തുള്ളൂ? മകൾ ഭാഗ്യമാം ജീവിതം ആരിലെന്തുള്ളൂ? ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ആരിലെന്തുള്ളൂ? സ്തോത്രം, സ്തോത്രം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആശ്വാസം എന്നുള്ളത്. ഇന്ന് രാത്രി അത് അനുഭവിക്കാനുള്ള ഭാഗ്യവും കൃപയും കർത്താവ് അധികമായി നമ്മുടെ മേൽ പകരട്ടെ. ആത്മാവുള്ളവന് ആശ്വാസമുണ്ട്. ഒന്ന്. രണ്ട്, എങ്ങനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത്? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 8:45 തുടങ്ങി, 7:45 തുടങ്ങി, 8:45 നിർത്തും. ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ ശീലിച്ചുകൊണ്ടിരിക്കുക, വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് 8:45 പ്രാർത്ഥിച്ച് എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കണം, പാട്ടുപാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. അപ്പൊ രണ്ടാമത്, എങ്ങനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിലേക്ക്, ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു, സ്വർഗത്തിലേക്ക് നോക്കണം. ഈ കർത്താവിനെ ഒന്ന് പരിചയപ്പെടണം. ആരാ കർത്താവ്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? യേശുവിനോട് ചോദിച്ചു, ആളുകൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? ഉടനെ പറഞ്ഞു, ചിലര് നീ യെരമ്യാവെന്ന് പറയുന്നു, ചിലര് നീ ഏലിയാവെന്ന് പറയുന്നു, ചിലര് നീ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയുന്നു, ചിലര് യോഹന്നാൻ സ്നാപകനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എല്ലാ ചോദ്യങ്ങൾക്കും ഉടനെ ഉത്തരം പറയുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ പോലെ കൈ ഉയർത്തിക്കൊണ്ട് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം. ആളുകൾക്ക് പലതും പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, നീ നിന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ കർത്താവ് പറയുക, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അവൻ തുറന്നു വെച്ചിട്ട് പറയുക, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. ഒന്ന് ശ്രദ്ധിക്കണേ, കർത്താവ് സ്വയം എടുത്തൊരു ഡെസിഗ്നേഷനാണ്, ഞാൻ നല്ലവനാകുന്നുവെന്നുള്ളത്. ശ്രദ്ധിക്കണം, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, എന്താ നല്ലവരുടെ പ്രത്യേകത? സ്തോത്രം. നിങ്ങൾ തന്നെ പറഞ്ഞേ, നല്ല മനുഷ്യരെന്നൊക്കെ വിളിക്കാറില്ലേ? എന്താ അവരുടെ പ്രത്യേകത? സ്തോത്രം. എനിക്ക് അങ്ങനെ ഒരുപാട് ലിസ്റ്റ് പറയേണ്ടി വരും. കാര്യം, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഈ വർഷങ്ങൾ കൊണ്ട് 12-13 വർഷം കൊണ്ട് സ്നേഹിച്ചവരുണ്ട്, കരുതിയവരുണ്ട്, പുറകെ നിന്നവരുണ്ട്, അന്വേഷിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവരുണ്ട്, വസ്ത്രം വാങ്ങി തന്നവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, സുഖമാണോ എന്ന് വിളിച്ചു ചോദിച്ചവരുണ്ട്. ഒത്തിരി മനുഷ്യര്. അതിലൊരാളാണ് ജേക്കബ്. ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞില്ലേ, ജേക്കബ് അതിലൊരാളാ. എന്താ ജേക്കബിന്റെ പ്രത്യേകത? ഞാൻ പറയും, തനിക്ക് കമ്പനി മേടിച്ചു കൊടുത്തൊരു ഫോണുണ്ട്. പിള്ളേരോടൊക്കെ ചോദിച്ചാൽ മതി, സാംസങ് നോട്ട് 8 എന്നും പറഞ്ഞ ആ സമയത്ത് ഇറങ്ങിയതാ. 80,000 rupees ആണ് ആ ഫോണിന്റെ വില. എനിക്ക് ഫോണില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു പുതിയ ഫോൺ കിട്ടി. അത് കമ്പനി മേടിച്ചു കൊടുത്തതാ. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദര,
സഹോദര ഇങ്ങ് വായോ, ഞാനൊരു ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, നോക്കിയയുടെ ഞെക്കുന്ന ഫോണായിരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഏതായാലും എന്റെ സഹോദരൻ അവിടെ ചെന്നപ്പോ കവർ പോലും പൊട്ടിക്കാതെ കൈ തന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് പൊക്കോളം പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് നോക്കാവൂന്ന് ചെന്ന് നോക്കിയപ്പോൾ സാംസങ് നോട്ട് 8. ഞാൻ അത്രയും നല്ല ഫോൺ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല, മേടിക്കാനോട് ശ്രമിച്ചിട്ടുമില്ല. നല്ല ഫോൺ, ഞാനത് കുറെ കാലം ഉപയോഗിച്ചു. എന്റെ സഹോദരനെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എനിക്ക് ബൈക്കില്ലാതിരുന്നപ്പോ എന്റെ ഒരു കൂട്ടു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഓസ്റ്റിൻ എന്ന പേര്, ചെറുപ്പക്കാരനാ, സുവിശേഷകനാ, മിഷൻസ് ഇന്ത്യയുടെ യൂത്ത് ഫോർ മിഷന്റെ ഭാഗമാ. എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദര തൽക്കാലത്തേക്ക് ഒരു ബൈക്ക് മതി, ഇങ്ങോട്ട് വാ, അച്ഛൻ ഉപയോഗിക്കുന്ന ബൈക്ക് ഹോണ്ട ഷൈൻ. ഞാൻ അവിടെ ചെന്നു. പോരാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചു പറയാ, വരുമ്പോ പേപ്പർ മേടിച്ചോണ്ട് വരണം. ഞാൻ ചോദിച്ചു എന്തിനാ? പപ്പ ഇപ്പൊ ബൈക്ക് ഉപയോഗിക്കാറില്ല, സഹോദരന്റെ പേരിലാക്കി തരാം, കൊണ്ടുപോകണം പറഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു പൈസ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഗിഫ്റ്റ് ആയി വെച്ചാൽ മതിയെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെട്ട ഒരുപാട് സമയമുണ്ട്. ഞങ്ങളെ അങ്ങനെ കരുതിയ കുടുംബങ്ങളുണ്ട്. KC ചാക്കോ അച്ഛനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് നല്ലത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സ്നേഹത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നല്ല മനുഷ്യരോട് ഇടപെടാൻ ഒരു പരമസുഖമാണ്. മറ്റൊരു കുഴപ്പമുണ്ട്, അവര് നല്ലവരെങ്കിലും അവർക്കകത്തും തിന്മയുണ്ട്. അവര് പൂർണ്ണരല്ല, എന്നാൽ തിന്മയില്ലാത്ത പരിപൂർണനായ നല്ലവനായ ഒരു ക്രിസ്തു ഉണ്ട്. അവൻ നോക്കിയേച്ച് പറയുക, കുഞ്ഞെ നിനക്ക് കഷ്ടമാണോ, നിനക്ക് സങ്കടമാണോ, ഒരു ഇടനജണ്ട ഇല്ലാതെ പറയാ, എന്റെ അടുക്കലേക്ക് വാ, ഞാൻ നല്ലവനാണ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. സ്തോത്രം, സ്തോത്രം. ആത്മാവിനെ തന്നെന്ന് മാത്രമല്ല, മുഴങ്കാല് മടക്കി കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എവിടെ നിന്നറിയാതെ കുത്തി ഒലിച്ചു വരുന്ന ദൈവത്തിന്റെ സമാധാനത്തെ അകത്തു പകരുവാൻ തരുന്നവനായ ഒരു നല്ല കർത്താവുണ്ട്. ഈ കാലം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ്, മുഴങ്കാല് മടക്കുന്ന ദൈവ മക്കൾക്ക് ആശ്വാസമുണ്ട്, ആശ്വാസമുണ്ട്. ഇത് സീക്രട്ടാണ്. ഇന്ന് രാത്രി ചെന്നേച്ച് തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കാന്ന് പറഞ്ഞ ഫോൺ എടുത്ത് കുത്താതെ നീ പ്രാർത്ഥന മുറിക്കകത്ത് കയറ്. നിന്റെ മുട്ട് മടങ്ങട്ടെ, നിന്റെ കണ്ണു നിറയട്ടെ, നിന്റെ കൈ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നീ അറിയാതെ കുത്തി ഒലിച്ചു വരുന്ന ദൈവത്തിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിറയ്ക്കാൻ യേശുവിന് കഴിയും. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. എന്റെ ഭാര്യ പഠിച്ച ഹോസ്പിറ്റലാണ് തിരുവല്ല മെഡിക്കൽ മിഷൻ. അവിടെ ചെന്ന KN നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ് KNN ഒരു വാർഡുണ്ട്. ആ വാർഡ് നമ്പൂതിരിപ്പാട് ഡോക്ടർക്ക് വേണ്ടിയുള്ളതാണ്. ആരാ നമ്പൂതിരിപ്പാട് എന്നൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി, നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. വിശ്വാസമൊന്നും അല്ലായിരുന്നു. താൻ രണ്ടു വിധത്തിലാണ് കർത്താവിനെ കുറിച്ച് കേട്ടത്. ഒന്ന്, ടോൾസ്റ്റോയുടെ റിസറക്ഷൻ എന്ന പുസ്തകം. രണ്ട്, മഹാകവി വെള്ളത്തോളിന്റെ മാഗ്ദലന മറിയം എന്ന പുസ്തകത്തിലൂടെയാണ് യേശു എന്ന പേര് താൻ ആദ്യമായി കേട്ടത്. എവിടെയോ അത് ഹൃദയത്തിന്റെ അകത്ത് കയറിയെങ്കിലും അന്നത് ശ്രദ്ധിച്ചില്ല. ജീവിതം മുന്നോട്ട് പോയി. MBBS കഴിഞ്ഞു. ഹയർ ഡിഗ്രി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ഹോസ്പിറ്റലുകാരെല്ലാം കൂടെ ഒരു കോക്ടെയിൽ പാർട്ടി, മദ്യപാർട്ടി നടത്തി. അതിന്റെ ഒരു അറ്റത്ത് തനിക്ക് കിട്ടിയ ജ്യൂസ് നുണഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ നമ്പൂതിരിപ്പാടിന്റെ കൺമുമ്പിൽ ഒരു സ്ത്രീ, ഒരു സഹോദരി അവിടെ നിൽക്കുന്നു. മേരി ബ്രൗൺ എന്നാണ് പേര്. അടുത്ത് ചെന്നിട്ട് മേരിയോട് ചോദിച്ചു, മേരി, ആർ യു നോട്ട് ഡ്രിങ്കിങ്? വൈ ആർ യു നോട്ട് ഡ്രിങ്കിങ്? നീ എന്തുകൊണ്ടാണ് കുടിക്കാത്തത്? മേരിയുടെ മറുപടി, ഐ ആം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഉടനെ ഡോക്ടർ ചിരിച്ചു. ചിരിച്ചേച്ച് കൈ കൊണ്ടിയേച്ച് ചോദിച്ചു, ആർ ദേ നോട്ട് ക്രിസ്ത്യൻ? അവിടെ കുടിക്കുന്നവരുടെ പല പേരുകളും പത്രോസും പൗലോസും നോക്കിയാ, പീറ്ററും പോളുവാ നിന്ന് മദ്യം കുടിക്കുന്നത്. അപ്പൊ ചോദിച്ചു, ആർ ദേ നോട്ട് ക്രിസ്ത്യൻ? മേരി ബ്രൗൺ മറുപടി പറഞ്ഞു, ഡോക്ടർ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു ഹൂ ഈസ് എ ക്രിസ്ത്യൻ. ആരാ ഒരു ക്രിസ്ത്യാനി എന്ന് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനും അവനിൽ വിശ്വസിച്ചവനും അവന്റെ മുമ്പിൽ ജീവിതം വെച്ചു കൊടുത്തവനും
അവന് വേണ്ടി കാത്തിരിക്കുന്നവനും അവന്റെ ആത്മാവിനെ പ്രാപിച്ചവനുമാണ് ക്രിസ്ത്യാനി എന്ന്. ഈ പദം ഒരു കത്തി കുത്തി കയറ്റുന്നത് പോലെ ഡോക്ടറുടെ അകത്ത് കുത്തിക്കേറി ഡോക്ടർ തിരിച്ച് താൻ താമസിക്കുന്ന ഹോട്ടൽ മുറിക്കകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഇരിക്കുന്നുണ്ട്. വായിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. താഴേക്ക് ഇറങ്ങിയപ്പോൾ ഡോക്ടർ വായിക്കുകയാ, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. മനസ്സിലായി വായിച്ച യേശു ആരാണെന്ന്. ഡോക്ടർ ജീവിതം കർത്താവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. തിരിച്ച് നാട്ടിൽ വന്നപ്പോ 3 തവണ ബാംഗ്ലൂർ കൊണ്ടുപോയി അദ്ദേഹത്തെ ഷോക്കടിപ്പിച്ചു. ഭ്രാന്തനാണെന്നും പറഞ്ഞ്. പക്ഷെ ഡോക്ടറുടെ അനുഭവ സാക്ഷ്യം, ഷോക്കടിക്കും തോറും വിശ്വാസം വർദ്ധിച്ചു. ഒരു നല്ല ദൈവഭക്തനായി ജീവിച്ചവസാനിച്ചു. അവസാനിച്ചത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയാ വന്നേ. ഹല്ലേലൂയ. ദൈവഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ സാക്ഷ്യം അത്ഭുതകരമാണ്. നിങ്ങൾ ഇനി തിരുവല്ല മെഡിക്കൽ മിഷനിൽ എന്തെങ്കിലും വന്നാൽ അവിടെ ഫ്രീ ബുക്സ് കിട്ടും, എടുത്ത് വായിച്ചാൽ മതി. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല ശുശ്രൂഷകൻ ആ ഹോസ്പിറ്റലിനെ പ്രാർത്ഥിച്ച് കരം പിടിച്ച് കയറ്റിയ മനുഷ്യൻ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ലോകത്തിൽ 12 പേർക്ക് മാത്രം വന്ന കാർസിനോ സർഗോമ എന്നറിയപ്പെടുന്ന അപൂർവതരം ക്യാൻസർ ബാധിച്ച ഡോക്ടർ മരിക്കുന്നത്. അത് ഏഷ്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് KN നമ്പൂതിരിപ്പാടിനാണ്. റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോ ഡോക്ടർക്ക് മനസ്സിലായി മരിക്കുമെന്ന്. തന്റെ മുറിക്കകത്തേക്ക് തന്റെ കൂട്ടുകാർ ഒരിക്കൽ കയറി ചെന്നു. തന്റെ മുമ്പിൽ 2 പുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്ന് വിശുദ്ധ വേദ പുസ്തകം, 2 C.S. ലൂയിസിന്റെ പുസ്തകം. ഇത് തുറന്നു വെച്ചിരിക്കുമ്പോൾ സ്നേഹിതർ ചോദിച്ചു, ഡോക്ടറെ, താങ്കൾ അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു? അവര് പറഞ്ഞു, അവരോട് ഡോക്ടറുടെ മറുപടി, ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത മറുപടി, അതിനേക്കാൾ അധികം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ എന്റെ കർത്താവിന്റെ വാഗ്ദത്തത്തിലാണ്. അവര് ചോദിച്ചു, എന്തിനാ ഈ പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നത്? ഡോക്ടറുടെ മറുപടി, സ്നേഹിതരെ, നിങ്ങൾ വിദേശ യാത്ര നടത്തുമ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കാറില്ലേ, വായിക്കാറില്ലേ, അന്വേഷിക്കാറില്ലേ? അദ്ദേഹം പറഞ്ഞ ദിവസം കഴിയുമ്പോൾ KN നമ്പൂതിരിപ്പാട് യാത്രയാകും. നമ്പൂതിരിപ്പാട് ഒരു സ്ഥലത്തേക്ക് പോകും. ആ സ്ഥലത്തെ കുറിച്ച് വായിക്കാൻ പറ്റുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. അതാണ് എന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്. ആ പുസ്തകം എന്നോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. സ്തോത്രം, സ്തോത്രം. കാർസിനോ സർഗോമ എന്ന ക്യാൻസർ മാറിയില്ല. പക്ഷേ ആ ക്യാൻസറിനും ഭക്തന്റെ ആശ്വാസത്തെ കെടുത്തിക്കളയാൻ കഴിഞ്ഞില്ല. എന്താണെന്നറിയാമോ? അത് കർത്താവിന്റെ പ്രത്യേകതയാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, കർത്താവുള്ളവന് ഹൃദയം നിറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ആശ്വാസം, സമാധാനം അവന്റെ അകത്തെ ഭരിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിന്റെ ഗതി എനിക്കറിയില്ല, പക്ഷെ ദൈവ പൈതലിനെ ക്രിസ്തു സന്തോഷത്തിൽ കാത്തു സൂക്ഷിക്കാൻ, ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം കണ്ടവരും ജീവിതത്തിന്റെ വെല്ലുവിളികൾ അനുഭവിച്ചവരും അനുഭവിക്കാതിരിക്കുന്നവരും ഒക്കെ ഇതിന്റെ നടുവിലുണ്ട്. സ്റ്റെപ്പ് വെക്കുമ്പോൾ അറിയുന്നത് മറഞ്ഞിരിക്കുന്ന കെണി എന്താണെന്ന്. വേട്ടക്കാരന്റെ കുടുക്കുകൾ മുമ്പിലുണ്ട്. പിളർക്കുന്ന സിംഹം പ്രശ്നങ്ങൾ എന്ന പോലെ മുൻപിലേക്ക് വരാം. കൈത്തണ്ടയുടെ പിടിയിൽ ഒതുങ്ങാത്ത വിധത്തിൽ കാറ്റ് ജീവിതത്തിൽ അടിക്കാം. തിരമാലകൾ ഉയർന്നു വരാം, രോഗങ്ങൾ വരാം, വേർപാടുകൾ വരാം. ഭാവിയിൽ എന്തൊക്കെ കാത്തിരിക്കുന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് പ്രവചിക്കാനും കഴിയില്ല. പക്ഷെ ദൈവമേ, നിന്റെ ഉറപ്പ് എവിടെയാണെന്നറിയാമോ? നിനക്ക് കഷ്ടം വരില്ല എന്നുള്ളതിലല്ല, നിന്റെ തലയ്ക്ക് മീതെ തിരമാല വന്നാലും, കഷ്ടമുയർന്നു നിന്നാലും, പർവ്വതങ്ങൾ കുലുങ്ങിയാലും, സമുദ്രം ഇരച്ച് കലങ്ങിയാലും,
മരണനിഴലിന്റെ താഴ്വരയിലേക്ക് നീ ഇറങ്ങിപ്പോയാലും 10,000 നിന്റെ ഇടവും വലവും വീണു പോയാലും നിന്നെ വീഴാതെ പിടിക്കുവാനും നിന്റെ ഹൃദയം ഒരു കവചം പോലെ സ്വർഗീയ ആശ്വാസം കൊണ്ട് നിറയ്ക്കുവാനും കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് രാത്രി അവങ്കലേക്ക് കൈ കൊടുത്തു കൊള്ളണം. ബാങ്കിലെ ഡെപ്പോസിറ്റിലല്ല, ശരീരത്തിന്റെ ആരോഗ്യത്തിലല്ല, തലമുറകളിലല്ല, ബുദ്ധിജ്ഞാന വൈഭവത്തിലല്ല, ഇന്ന് നമുക്കുണ്ടെന്ന് പറയുന്നതിലല്ല. നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന, നിന്നെ കരുതാൻ കഴിയുന്ന നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ആശ്വാസത്തെ പകരുന്ന കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം കൃപ നൽകട്ടെ, കൃപ നൽകട്ടെ, കൃപ നൽകട്ടെ. നെഞ്ചിടിപ്പോടുകൂടെ ആരെങ്കിലും പള്ളിക്കകത്തിരിക്കുന്നോ? പ്രശ്നങ്ങൾക്ക് ഭയപ്പെടുന്നുണ്ടോ? നാളെയുടെ ആദ്യമുണ്ടോ? ഉണ്ടോ ദുഃഖം, വൈഷമ്യങ്ങൾ, ജീവിത പ്രശ്നങ്ങളും? ഉത്തരം എല്ലാം എല്ലാം യേശുവോട് ചൊല്ലാം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ദൈവവൈദ്യരെ നീയും പ്രാർത്ഥിക്കണം. നിനക്ക് ചാരാൻ ഒരു മാർവിടമുണ്ട്, നിനക്ക് പിടിക്കാൻ ഒരു കരമുണ്ട്, നിന്നെ നടത്താൻ ഒരു നല്ല ആത്മാവുണ്ട്. ജീവജലനദി നിനക്കുള്ളതാണ്, ജീവന്റെ ഉറവ നിനക്കുള്ളതാണ്, ജീവന്റെ നന്മകൾ നിനക്കുള്ളതാണ്. നിന്നെ വിളിച്ചത് അതിനു വേണ്ടിയാ, നിന്നെ വീണ്ടെടുത്തത് അതിനു വേണ്ടിയാ, നിന്നെ ദൈവ വൈതലാക്കിയത് അതിനു വേണ്ടിയാ. ഇട്ടേച്ചു പോകാനല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്തത് ജീവിത പ്രശ്നത്തിന്റെ നടുവിൽ ഉപേക്ഷിക്കാനല്ല, നിലനിർത്താന, നിലനിർത്താന, നിലനിർത്താന. ഹല്ലേലൂയ. നദിയുടെ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആഴത്തിൽ വേരൂന്നി ഇറങ്ങി ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കാൻ എന്ന് പകലിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. എവിടെ ആശ്വാസം? അത് കർത്താവിന്റെ കരത്തിലാണ്. അത് ആത്മാവുള്ളവനാണ്. ആശ്വസിപ്പിക്കുന്നവൻ ഇതിന്റെ നടുവിലുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത്രയും സമയം നമ്മളൊക്കെ ഇരിക്കുകയായിരുന്നല്ലോ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയോഗത്തിന്റെ സമാപന രാത്രിയാണ്. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ആശ്വസിപ്പിക്കുന്നവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനാ ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവമേ? അമ്മമാരെ, നിങ്ങൾ എന്തിനാ ഇത് ചുമക്കുന്നത്? അപ്പന്മാരെ, നിങ്ങൾ എന്തിനാ ഇത് ചുമക്കുന്നത്? യൗവനക്കാരെ, why do you need to carry all your burdens? നീ എന്തിനാ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? കുരിശിനെ ചുമന്ന് നടന്ന കർത്താവ് പറയുകയാ, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്തും, ഞാൻ നിന്നെ പുലർത്തും, ഞാൻ നിന്നെ പുലർത്തും, ഞാൻ നിന്നെ പുലർത്തും. ഇന്ന് രാത്രി ഉറപ്പുണ്ട് ദൈവമേ. മനുഷ്യകരം നീങ്ങിപ്പോയാലും ദൈവകരം നീങ്ങിപ്പോയില്ല. മനുഷ്യ കരുതൽ നിന്നുപോയാലും ദൈവത്തിന്റെ കരുതൽ നിന്നുപോകില്ല. സ്തോത്രം. മനുഷ്യൻ പരാജയപ്പെട്ടാലും കർത്താവ് പരാജയപ്പെടില്ല. കാക്കകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കാപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അവർക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയുന്ന നല്ല പിതാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി കരുതുന്നവൻ ഇതിന്റെ നടുവിലുണ്ട്, ആശ്വാസകൻ ഇതിന്റെ നടുവിലുണ്ട്. എന്താ നിന്റെ ആവശ്യം? എന്താ നിന്റെ ആവശ്യം? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വന്നതുപോലെ ദേവാലയം വിട്ടു പോകരുത്. സെയിം ഭാരം കൊണ്ട് പോകരുത്. സെയിം ചുമട് ചുമക്കരുത്. സെയിം ചിന്താഭാരം ഭരിക്കരുത്. അത് ക്രൂശിന്റെ ചുവട്ടിൽ ദൈവകരത്തിൽ ഇന്ന് രാത്രി ഇറക്കി വെക്കാം.
ഇറക്കി വെക്കാം, ഇറക്കി വെക്കാം. അവൻ ചുമന്നുകൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ പുലർത്തിക്കൊള്ളും. ഹല്ലേലൂയ. എല്ലാ വഴികളും നിന്റെ മുമ്പിൽ ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗ കവാടം തുറക്കാൻ കഴിയുന്ന സേനയിൽ വീരനായ ക്രിസ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവിക ആശ്വാസം അത് ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. എല്ലാ വഴികളും നിന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാൽ സ്വർഗ്ഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ്ഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും വ്യാപരിക്കും നിശ്ചയം. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചീടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതി ചീടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗകവാടം തുറക്കും എനിക്കായി. ഇന്ന് കരം ഹൃദയത്തിനോട് ചേർത്ത് വെക്കുക. കരമൊക്കെ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ. ആ വിശ്വാസത്തിന്റെ ആധാരം തുറക്കട്ടെ. വിശ്വാസം ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ. ഒരു വഴിയും കാണാതെ വന്നാൽ ജീവിതത്തിന്റെ വെല്ലുവിളി എത്ര വലുതാണെങ്കിലും നടക്കില്ല എന്ന് എഴുതി മുദ്ര വെച്ച് അടച്ചു വെച്ചാലും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. സ്വർഗ്ഗ കവാടം തുറക്കും എനിക്കായി സൈന്യമിറങ്ങും നിശ്ചയം, 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 നിശ്ചയം. എല്ലാ വഴികളും അടഞ്ഞു പോയാലും ദൈവത്തിനൊരു വഴിയുണ്ട്. ദൈവത്തിന് അഗോചരമായ വഴികളുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആശ്വാസം അത് ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ, 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 വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ആശ്വാസം ഉള്ളത്തിൽ വർദ്ധിക്കട്ടെ. ക്രിസ്തുവിലുള്ള ആശ്വാസം ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നല്ല കർത്താവേ, നല്ല രാത്രിക്കാണ് സ്തോത്രം. 3 ദിനം നിന്റെ ജനത്തോട് ചേർന്ന് ദോഷിയായ അടിയനും ഈ നല്ല വചനത്തെ ധ്യാനിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ നടുവിൽ നീ നടകൊണ്ടത് കൊണ്ട് സ്തോത്രം. അടിയനോട് സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. അടിയനിലൂടെയും സംസാരിച്ചത് കൊണ്ട് സ്തോത്രം. ഇവിടെ ജനത്തെ കർത്താവ് സ്പർശിച്ചത് കൊണ്ട് സ്തോത്രം. ഈ പട്ടണത്തിന്റെ നടുവിൽ, ആകുലതകളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ വലിയവനായ ദൈവം എന്ന ഉറപ്പോടെ, ആശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ മടങ്ങിപ്പോകുന്ന ജനത്തെ സ്വർഗം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമൊഴിഞ്ഞവരാണ്, ഭാരമൊഴിഞ്ഞവരാണ്, മുഖം പ്രസാദിച്ചവരാണ്. മടങ്ങാങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രത്യാശയം നിറയപ്പെട്ടവരായി ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ. ആത്മസന്തോഷമുള്ളവരായി ഞങ്ങൾ മടങ്ങിപ്പോകട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്.
കുഞ്ഞാടേ നിനക്ക് മഹത്വം, കുഞ്ഞാടേ നിനക്ക് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. എല്ലാ സ്തുതിയും, എല്ലാ സ്തോത്രവും, എല്ലാ പുകഴ്ചയും, എല്ലാ ആരാധനയും, എല്ലാ മഹിമയും, എല്ലാ ബഹുമാനവും അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നിനക്ക് മാത്രം മഹത്വം. യേശു കർത്താവേ, നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ശാന്തമായിട്ട് എല്ലാവർക്കും